എല്ലാ സുഹൃത്തുക്കൾക്കും ലൈവ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി റൂട്ട്സിനെ കുറിച്ചാണ്. ജനറലി നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ ജോലി തിരക്കിലാവുന്നു. ജോലിയുടെ ഭാഗമായി അവർ വീട്ടിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും ഈവൻ പുറം രാജ്യങ്ങളിലേക്കും പോകുന്നു. അങ്ങനെ അവർ ആ സാഹചര്യത്തിൽ ഐദർ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ അവരുടെ സ്വന്തം നാട്ടിൽ പേരൻസിനെയൊക്കെ കാണാൻ വരും. അങ്ങനെ സമയങ്ങൾ കഴിയുമ്പോൾ അറ്റ് ദ എൻഡ് അവർ വിവാഹിതരാകുന്നു. അത് കുടുംബക്കാർ ഉറപ്പിച്ച് പേരൻസൊക്കെ ഉറപ്പിച്ച വിവാഹവും ആയിരിക്കാം. അതല്ലെങ്കിൽ അവർ സ്വയം ഇഷ്ടപ്പെട്ടു സ്വയം വിവാഹം കഴിക്കുന്ന അങ്ങനെയുള്ള ബന്ധങ്ങളായിരിക്കാം. എനിവേ, ഇതിൽ ഒരു നീണ്ട സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ വിവാഹം കഴിച്ച്, അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുമ്പോൾ തന്നെ ഏതാണ്ട് മോസ്റ്റ് ഓഫ് ദ 60% ഓഫ് യുവർ പേരൻസ്, നിങ്ങളുടെ മാതാപിതാക്കൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരിക്കാം. അപ്പോൾ അവർക്ക് കിട്ടുന്ന ചെറിയൊരു സമയമായിരിക്കും ഈ ഗ്രാൻഡ് ചിൽഡ്രൻസിനും നിങ്ങളുടെ പേരൻസുമായി കിട്ടുന്ന അവർ ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന സമയം. കാരണം അവരുടെ പഠിത്തം, അത് കഴിഞ്ഞ് അവരുടെ ജോലി, ദെൻ അവരുടെ വിവാഹം, അവരുടെ താമസം, ഇങ്ങനെയൊക്കെ ആയിട്ടൊരു ഗ്യാപ്പ് വരികയാണ്. ഇന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം എല്ലാ സുഹൃത്തുക്കളും ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരാൾ നാളെ അത് എടുത്തിരിക്കുന്ന സം ഹിസ്റ്ററി സബ്ജക്റ്റ് ആണെങ്കിലും ഒരു കുഞ്ഞ് ഒരു നിങ്ങളുടെ ഏതെങ്കിലും ഒരു മോൻ ഈ വീഡിയോ കാണുന്നവരിൽ നിന്നുള്ള ആരെങ്കിലും ഒരു വ്യക്തിയുടെ മകൻ ഒരു ടിസീസ് തയ്യാറാക്കുകയാണ്, ഒരു ഹിസ്റ്ററിയിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കാൻ ശ്രമിച്ച ഒരു ടിസീസ് ഉണ്ടാക്കണമെന്ന് കരുതിയാൽ ദേ വിൽ ഫസ്റ്റ് ആസ്ക് ദ ഫാദർ, അച്ഛാ ഞാനിങ്ങനെ ഒരു ടിസീസ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിലി റൂട്ട്സിനെ കുറിച്ച്, പ്ലീസ് ലെറ്റ് മീ നോ. നമ്മുടെ റൂട്ട്സിനെ കുറിച്ച് തന്നെ ഞാൻ അങ്ങോട്ട് തീരുമാനിക്കണം. ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകണം, ആ ഒരു ടിസീസ് എഴുതാൻ പോവുകയാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അവർ ചോദിക്കുന്നതിനെല്ലാം നമ്മൾ ഒരുവിധം ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. വളരെ ആഗ്രഹിച്ച് അവൻ്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങളുടെ മോൻ നിൻ്റെ ആഗ്രഹമാണ് ഒരു ഫാമിലി റൂട്ട്സിനെ കുറിച്ച് തന്നെ ഒരു ടിസീസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ, അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് വ്യക്തമായ നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ കൊടുത്തിരുന്നാൽ നിങ്ങളിതൊരു ബാധ്യസ്ഥരാണ്. ഇനി അത് നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ മോൻ്റെയോ മോളുടെയോ ആ മനസ്സെന്തോ ഒരു വേദനിക്കും. കാരണം സ്വന്തം കുടുംബത്തിൻ്റെ ഒരു ഹിസ്റ്ററി തയ്യാറാക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടേണ്ട യാതൊരു ഇൻഫർമേഷനും എൻ്റെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ കിട്ടിയില്ല. യഥാർത്ഥത്തിൽ അതവരെ വളരെ വേദനിപ്പിക്കുന്നതായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതിനുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പ്രധാനമായി പേരൻസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കഷ്ടിച്ച് ബിഫോർ അവർ കോളേജിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പേരൻസുമായിട്ടുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കിയിരിക്കണം. അവരിൽ കൂടി ഈ വീഡിയോ കേൾക്കുന്ന ഗ്രാൻഡ് പേരൻസ് ആയിരുന്നാലും പറ്റുന്നിടത്തോളം കാലം ഗ്രാൻഡ് പേരൻസിൻ്റെ റൂട്ടും വിവരങ്ങളും പിന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രാൻഡ് ചിൽഡ്രൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ ഇവരുടെ ഗ്രാൻഡ് പേരൻസോ അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സോ വളരെ പ്രസക്തരായ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ വളരെ കുലീനത്തോടുള്ള വലിയ കുടുംബപരമായി വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഫാമിലി ആയിരിക്കാം. ഇതൊക്കെയെല്ലാം ഈ ഗ്രാൻഡ് ചിൽഡ്രൻസിന് അറിയില്ല. അങ്ങനെയുള്ള കുടുംബ ഹിസ്റ്ററികൾ അറിയുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഒരു റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ
ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് വെരി ഫാസ്റ്റ്, കുട്ടികൾ വളരെ ഫാസ്റ്റാണ്, അവർ വെരി വെരി ഫാസ്റ്റാണ്. അവർ നമ്മളോട് അങ്ങനെ ഒന്ന് ഹായ് ഫാദർ, ഹായ് മമ്മി, അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഹാഷ് പുഷ് അവർ ആ ഒരു സ്റ്റൈൽ വരിയില്ല. മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻസ് ദർ ബിറ്റ് സീരിയസ് ഇൻ ദ സെൻസ് അവർ നമ്മളോടൊക്കെ അത്ര ഇല്ല, ബട്ട് ഇൻസൈഡ് ദർ ഇസ് അവർക്ക് അഫെക്ഷൻ കാണും. ബട്ട് അവർക്ക് അറിയേണ്ട കാര്യം വന്നാൽ, അവരുടെ പേരൻസാണ് അറിയേണ്ട കാര്യം വന്നാൽ, അവർക്ക് ഡാഡ് ഐ വാണ്ട് ടു നോ ദിസ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് യു ലെറ്റ് മീ നോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡാഡിന് അത് അറിയില്ല, തല കുനിക്കുകയാണെങ്കിൽ ആക്ച്വലി ആ കുട്ടികൾ ഒത്തിരി വെറീഡായിരിക്കും. സോ ആ ഒരു സ്റ്റേജ് ഉണ്ടാക്കാൻ പാടില്ല. സോ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട നമ്മൾ ഏത് കാര്യങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പേരൻസ്, അതായത് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ എപ്പോഴും തമ്മിലൊരു ബന്ധം, ഒരു ശൃംഖല ഉണ്ടാക്കിയിരിക്കണം. ഗ്രാൻഡ് പേരൻസിന് ഗ്രാൻഡ് ഫാദറിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഗ്രാൻഡ് പേരൻസിന് അറിയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാദറും മദറും നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നില്ലായിരിക്കും. അത് നിങ്ങളുടെ കുട്ടികളുടെ തെറ്റല്ല. അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും ആ ഫാമിലി റൂട്ടിനെ കുറിച്ച് നിങ്ങൾ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കണം, കൊടുത്തേ പറ്റൂ. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതല്ലെങ്കിൽ ഓണസ്റ്റ്ലി ഐ എം ടെല്ലിങ് ദി ചിൽഡ്രൻസ് മേ ഫീൽ വെരി വെരി ബാഡ്. നേരിട്ട് പറയില്ല, ഐ ആം സോറി എന്ന് പറയും. ഇതൊന്നും ഉണ്ടാകരുത്. കാരണം കാലങ്ങളിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളാണ് മനുഷ്യൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനുഭവങ്ങളതാണ്. സോ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട്, ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മുടെ പേരക്കിടാങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഫോർഫാദേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് അറിയണം, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിനെ കുറിച്ച് എല്ലാവരും ദേ മസ്റ്റ് നോ എവറിത്തിങ്. നമ്മൾ എങ്ങനെയാണ്, എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, അതൊക്കെ അവർ അറിയേണ്ട കാര്യമാണ്. പക്ഷേ ഈ സപ്പോസ് അവരിപ്പോൾ പുറത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ അമേരിക്കയിലോ ഓസ്ട്രേലിയ എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്ത് അവരിനി ഹിസ്റ്ററി ഒന്നും പറയാൻ പറ്റിയില്ല. ദേ ആർ സ്റ്റഡിങ്. അവർക്ക് എപ്പോഴും എന്തിനെക്കുറിച്ച്, ഏത് സബ്ജക്റ്റിനെ കുറിച്ച് റിസർച്ച് നടത്താൻ പറ്റും. സോ അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ 100% പേരൻസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ചെയ്തിരിക്കണം. ഒപ്പം നിങ്ങളുടെ ഫാദർ മദർ അവരെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളായി നല്ലൊരു രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതിനൊരു അമാന്തവും കാണിക്കരുത്. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഈ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി ജനറേഷൻ ഗ്യാപ്പ് ഒത്തിരി കൂടുതലാണ്. മുൻകാലങ്ങളിൽ അച്ഛാ അമ്മേ എന്നൊക്കെ വളരെ സൗമ്യമായി, എന്താ പറയുക, വളരെ നല്ല രീതിയിലായിരിക്കും നമ്മളൊക്കെ നമ്മൾക്ക് വിളിക്കുക അമ്മേ എന്നൊക്കെ പറയും. അമ്മേ, ഹായ് മമ്മി, ഹൗ ആർ യു, അങ്ങനെയേ പറയുള്ളൂ. ആ അമ്മ നീട്ടി വിളിക്കെല്ലാം പോയി കഴിയും. അവർ പഠിച്ചത് ആ ഒരു ടൈമാണ്. ഹായ് ഹൗ ആർ യു, ഇങ്ങനെയൊക്കെ അവർ ചോദിക്കത്തുള്ളൂ. അമ്മേ സുഖമാണോ അമ്മേ, എങ്ങനെ നമ്മുടെ അടുത്തിരുന്ന് തോളൊക്കെ തട്ടി, ഇതൊക്കെ ആ ഒരു സ്റ്റൈലൊക്കെ പോയി ഹായ് ഹൗ ആർ യു മമ്മി യു ആർ ഓക്കെ, അവരിങ്ങനെ അങ്ങോട്ട് പറഞ്ഞിരിക്കും. പക്ഷേ നമുക്കതല്ലല്ലോ ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുക്കലിരിക്കുക, എന്താ മോനെ നീ എന്താ, അതിൽ അമ്മ എന്താ, ആ ഒരു ലാളൻ, ആ ഒരു അറ്റാച്ച്മെൻ്റ്, അതാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ സമൂഹത്തിന് വേണ്ടത്, നാളത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. അത് നമ്മൾ ത്വരപ്പെടുത്തി കൊടുക്കണം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളെല്ലാ സുഹൃത്തുക്കൾക്കും ഒന്ന് പാസ് ഓൺ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിയട്ടെ, അവരുടെ കുട്ടികൾ അവരുടെ ഗ്രാൻഡ് പേരൻസിനെ ഒന്ന് ബന്ധമില്ലൊന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ള സൗകര്യം അവരൊക്കെ ഉണ്ടാക്കട്ടെ. ആ ഗ്രാൻഡ് പേരൻസും ദേ വിൽ ആൾസോ ഫീൽ ഹാപ്പി. അതുപോലെ ഗ്രാൻഡ് പേരൻസും ചെയ്യേണ്ടത്, നിങ്ങളുടെ കുഞ്ഞുമക്കളെ കാണുമ്പോൾ അവരെ വിളിച്ച് മോനെ എന്താണെന്ന് പറഞ്ഞ് അവരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും ഗ്രാൻഡ് ചിൽഡ്രൻസിനും പഠിപ്പിച്ചു കൊടുക്കണം. സോ ഈ ഒരു വീഡിയോ എല്ലാവരുടെയും മനസ്സിലൊന്നും ഉണ്ടായിരിക്കട്ടെ.
നിങ്ങളുടെ പേരൻസിനെയും നിങ്ങളുടെ ചിൽഡ്രൻസിനെയും ഒന്ന് പരസ്പരം എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസൊക്കെ മരിച്ചു കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, അതിൻ്റെ ഹിസ്റ്ററി ഇതെല്ലാം നിങ്ങൾ മറ്റൊരുത്തരിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. ആ ജനറേഷൻ അതങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതായത് സൂര്യൻ ഉദിക്കുന്നതുപോലെ, സൂര്യൻ എന്നും ഉദിക്കുന്ന പോലെ നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങൾ ഇങ്ങനെ ഉദിച്ചുകൊണ്ടേ ഇരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.